ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ വലിയ തോതിലുള്ള അട്ടിമറികളാണ് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് BJP സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എംപിമാരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനവ് BJPക്ക് NDAക്ക് സംഭവിക്കാൻ പോകുന്നു എന്നത് ഉറപ്പിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അത് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകൾ, അത് കഴിഞ്ഞ് നടന്ന നാടകീയ നീക്കങ്ങളൊക്കെ തന്നെ വിലയിരുത്തുമ്പോൾ വലിയ തോതിലുള്ള അട്ടിമറികളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് പാർലമെൻറ്റിൽ ഇനിയിപ്പോൾ വലിയ തോതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത് ഇന്ത്യ സഖ്യമായിരിക്കും. ഇന്ത്യ സഖ്യം പൂർണ്ണ തോതിൽ തരിപ്പണമായിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതായത് എല്ലാ രീതിയിലും ഇന്ത്യ സഖ്യം ഇനി ഇല്ല എന്ന് തന്നെ ഉറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. 2029 നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ രീതിയിലും കോൺഗ്രസ് ഉൾപ്പെടെ തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് ഇന്ത്യ സഖ്യമേ ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ഈ 2026 തന്നെ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഈ പറയുന്ന ബംഗാളിലെ TMCയുടെ കനത്ത തോൽവി, അതോടൊപ്പം തന്നെ DMKയുടെ തമിഴ്നാട്ടിലെ കനത്ത തോൽവി, അതിനുശേഷം നടന്ന നാടകീയ നീക്കങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് DMKയെ കാലിവാരിയതിൽ പിന്നാലെ DMK എല്ലാ അർത്ഥത്തിലും കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തന്നെ പുറത്തു ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ബെനിഫിറ്റായി മാറാൻ പോകുന്നത് BJPക്ക് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ കൈക്കുമ്പിളിൽ എത്തിച്ചു കൊടുത്തിരിക്കുന്നു കോൺഗ്രസിൻ്റെ മണ്ടൻ തീരുമാനത്തിലൂടെ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് തന്നെ. അതായത് തമിഴ്നാട്ടിൽ DMKയെ സംബന്ധിച്ചിടത്തോളം 39 എംപിമാരുള്ള ഒരു പാർട്ടിയാണ് DMK. TMC 29 എംപിമാരുള്ള ഒരു പാർട്ടിയാണ് TMC എന്ന് പറയുന്നത്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ 68 എംപിമാരാണ് BJPയുടെ കൈക്കുമ്പിളിലേക്ക് എത്താൻ പോകുന്നത് എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് ഒരു തരത്തിലുമുള്ള ഒരു ബലവുമില്ലാത്ത തരത്തിലോട്ട് പാർലമെൻറ്റിൽ കാര്യങ്ങൾ മാറുകയാണ്. DMKയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും കോൺഗ്രസുമായിട്ട് ഇനി ഒരു രീതിയിലുമുള്ള അടുപ്പമില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. ഇനി കോൺഗ്രസുമായിട്ട് ഒരു ടൈപ്പും ഇല്ലാത്ത തരത്തിലോട്ട് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തന്നെ പിന്മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. TMCയെ സംബന്ധിച്ചിടത്തോളം ഭരണം പോയി, അവിടെ മമതയ്ക്ക് ഒരു തരത്തിലുമുള്ള നേട്ടമില്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ആ ബംഗാൾ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം TMCയെ തൂത്തെറിയപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും എംപിമാരിലെ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകളുമാണ് BJPയിലേക്ക് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ DMKയുടെ കാര്യമായാലും അതിൽ നിന്നും വ്യത്യസ്തമല്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട്. DMKയുടെ 39 എംപിമാരിൽ പലരും ഇനിയിപ്പോൾ ഈ പറയുന്ന തോതിൽ BJP പിന്തുണയിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും ഉറപ്പാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും BJPക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു എന്നൊരവസ്ഥയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ കോൺഗ്രസ് തന്നെ എത്തിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ എന്ത് ബില്ലായാലും എന്ത് കാര്യമായാലും ഒക്കെ തന്നെയും കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള രീതിയിൽ അവിടെ പ്രതിപക്ഷം എന്നുള്ള തരത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് ഉറപ്പാണ്. ഇത് 2029 എത്തുമ്പോഴത്തേക്കും BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും വളരെ വലിയ തോതിൽ നിലവിലുള്ള എംപിമാരിൽ നിന്നും വളരെ വലിയ തോതിൽ നേട്ടമുണ്ടാക്കാൻ പാകത്തിന്, അതായത് 300-350 സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലെത്താനായിട്ടുള്ള ഒരു പാകമാണ് ഇപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അതായത് സുഖമായിട്ടുള്ള ഒരു വിജയം നേടാനായിട്ട് 2029 BJPക്ക് സാധിക്കുന്ന സീറ്റ് 2029 കിട്ടുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അടിവരയിട്ട് പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. അതായത് കോൺഗ്രസ് 2029 തകർന്ന് തരിപ്പണമാകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായ കാര്യമെന്ന് പറയുന്നത്. ഇന്ത്യ സഖ്യമെന്ന് തന്നെ പ്രതിപക്ഷം പോലും അപ്രത്യക്ഷമാവുന്ന തരത്തിലോട്ട് 2029 മാറുമെന്നുള്ളതും 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും എംപിമാരുടെ എണ്ണത്തിൽ BJPക്ക് വലിയ വർധനവ് സംഭവിക്കാൻ പോകുന്നു. അത് 300 കടന്ന് 350 കടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ TMC തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ മമതാ ബാനർജി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. DMK തകർന്ന് തരിപ്പണമായിരിക്കുന്നു. സ്റ്റാലിൻ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇവരുടെ എല്ലാം തന്നെയും എംപിമാർ ഒരു കൂട്ടക്കൊഴിഞ്ഞു
പോക്കലിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് എത്തും പൊത്തും തിരിയാത്ത തരത്തിലുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2029 തെരഞ്ഞെടുപ്പ് ഒരു ബാലികേറാമലയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം തന്നെയാണ്. 2024 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു പ്രതിപക്ഷമായി മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് 2029 അപ്രത്യക്ഷമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 2019 2014 എന്താണോ സംഭവിച്ചത് അതേ ഒരു അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് വീണ്ടും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് 100% അടിവരയിട്ട് പറയാൻ പറ്റുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്. ഇത് BJP സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ അവരുടെ കരുക്കളെല്ലാം തന്നെയും കൃത്യസ്ഥാനത്ത് ഏറ്റു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ്, ഒരു വിജയം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.